ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. പ്രതിപക്ഷത്തെ അവഗണിച്ച് സർക്കാരിന്റെ കളിപ്പാവയായി മാറുകയാണ് സ്പീക്കർ എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ചർച്ച ചെയ്ത ഇന്ത്യ ബ്ലോക്കിന്റെ മീറ്റിംഗിൽ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ജയറാം രമേശ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ പങ്കെടുത്തു. പ്രധാനമായും 3 കാരണങ്ങളാണ് ഈ നീക്കത്തിലേക്ക് ഇന്ത്യ ബ്ലോക്കിനെ നയിച്ചത്. എന്തൊക്കെയാണ് ആ 3 കാരണങ്ങൾ? സ്പീക്കറെ നീക്കം ചെയ്യണമെങ്കിൽ എന്താണ് നടപടിക്രമങ്ങൾ? ഓം ബിർളയ്ക്കെതിരെയുള്ള ഈ നീക്കം വിജയം കാണാൻ സാധ്യതയുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസിൽ ചർച്ച ചെയ്യുന്നത്. വിശദമായി പരിശോധിക്കാം. മനോജ് മുകുന്ദ നരവനെയുടെ പുസ്തകത്തെ മുൻനിർത്തി ഗാൽവാൻ സംഘർഷകാലത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച വീഴ്ചകളെക്കുറിച്ചുള്ള ചർച്ച പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്ക് എടുക്കാതിരിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അരയും തലയും മുറുക്കി പണിയെടുക്കുകയായിരുന്നു ഭരണപക്ഷം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ മതിയായ അവസരം നൽകാതെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും സർക്കാരിന്റെ ഭാഗം ചേർന്നതോടെ വിഷയം ഗൗരവമായി മാറുകയായിരുന്നു. ഗാൽവാൻ സംഘർഷകാലത്തെ സർക്കാരിന്റെ വീഴ്ചകൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആദ്യ ദിവസം പാർലമെന്ററി ചട്ടം 349 ക്ലോസ് 1 ലംഘനമാണെന്ന് രാഹുൽ ചെയ്യുന്നതെന്നായിരുന്നു കിരൺ റിജ്ജു ഉൾപ്പെടെയുള്ളവർ വാദിച്ചത്. സംഗതി ശരി തന്നെയായിരുന്നു. അതിന്റെ പേരിൽ സംസാരിക്കാനുള്ള അവകാശം നിഷേധിക്കാനുള്ള അധികാരവും പാർലമെന്ററി ചട്ടപ്രകാരം സ്പീക്കർക്കുണ്ട്. എന്നാൽ അതിനുശേഷവും രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ സ്പീക്കർ ഓം ബിർള നിഷേധിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ തിങ്കളാഴ്ച രാവിലെ സഭ ചേർന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. സംസാരിക്കാൻ എണീറ്റ രാഹുലിന് അവസരം നൽകിയില്ല. ശശി തരൂരിന് സംസാരിക്കാനുള്ള അവസരം അദ്ദേഹം രാഹുലിന് നൽകുകയാണെന്ന് അറിയിച്ചിട്ടും സ്പീക്കർ വഴങ്ങിയില്ല. ഇതോടെയാണ് സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് ഇന്ത്യ ബ്ലോക്ക് കടന്നത്. പ്രധാനമായും 3 കാരണങ്ങളാണ് പ്രതിപക്ഷത്തെ ഇതിലേക്ക് നയിച്ചത്. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ തുടരെ നിഷേധിക്കുന്നതാണ് ആദ്യ കാരണം. നരവനെയുടെ പുസ്തകത്തെ മുൻനിർത്തി സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച വീഴ്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചതു മുതൽ രാഹുലിന് സംസാരിക്കാൻ മതിയായ അവസരം സ്പീക്കർ നൽകിയിരുന്നില്ല. അതേസമയം കിരൺ ദൂബേക്ക് നെഹ്റുവിനെയും നെഹ്റു കുടുംബത്തെയും ആക്ഷേപിക്കാനുള്ള മതിയായ സമയം നൽകിയതും പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തിയാൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തനിക്ക് വിവരം ലഭിച്ചെന്നും അതുകൊണ്ട് പ്രധാനമന്ത്രി സഭയിൽ വരേണ്ടതില്ലെന്ന് താൻ പറഞ്ഞെന്നും ഓം ബിർള സഭയിൽ പ്രസ്താവിച്ചതായിരുന്നു രണ്ടാമത്തെ കാരണം. പ്രതിപക്ഷ ബഹുമാനം ഒട്ടുമില്ലാതെ നടന്ന ഈ പ്രസ്താവനയും സഭയ്ക്കകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ വനിതാ എംപിമാർ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞതായിരുന്നു മൂന്നാമത്തെ കാരണം. ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷത്തെ അപമാനിക്കുകയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയും ചെയ്ത സമീപനമാണ് കാരണങ്ങൾ. ഫെബ്രുവരി ആദ്യം മുതലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനു മുമ്പ് ഓം ബിർള സ്പീക്കർ പദവി ഏൽക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് അമിത പരിഗണന നൽകിയതിനെ രാഹുൽ ചൂണ്ടിക്കാണിച്ചതും അന്ന് വലിയ വാർത്തയായിരുന്നു. ഇനി സ്പീക്കറെ നീക്കം ചെയ്യണമെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള നോട്ടീസ് നൽകണമെങ്കിൽ ലോക്സഭയിലെ 50 അംഗങ്ങളുടെയെങ്കിലും പിന്തുണ ആവശ്യമുണ്ട്. 50 പേരുടെ പിന്തുണയോടെ നോട്ടീസ് ലഭിച്ചാൽ പിന്നീടൊരു ദിവസം വോട്ടെടുപ്പ് നടത്താൻ നിശ്ചയിക്കപ്പെടും. ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും വോട്ടെടുപ്പ് നിയന്ത്രിക്കുക. സഭയുടെ ആകെ അംഗങ്ങളുടെ പകുതിയിലേറെ അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചാൽ മാത്രമായിരിക്കും സ്പീക്കർ സ്ഥാനത്ത് നിന്നും നീക്കപ്പെടുക. അന്നേ ദിവസം പങ്കെടുത്ത ആളുകളുടെ പകുതിയിലേറെ വോട്ടല്ലെന്ന് ചുരുക്കം. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. പ്രതിപക്ഷം സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള പ്രമേയം വോട്ടെടുപ്പിലേക്ക് എത്തിച്ചാൽ തന്നെ സ്പീക്കറെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള പകുതി വോട്ട് ലഭിക്കുമോ? ആ ചോദ്യം അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണത്തിനെ കുറിച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. 543 സീറ്റുകളാണ് ലോക്സഭയിലുള്ളത്. അപ്പോൾ 272 വോട്ട് ലഭിച്ചാൽ മാത്രമായിരിക്കും സ്പീക്കർ നീക്കം ചെയ്യപ്പെടുക. ഇന്ത്യ ബ്ലോക്കിന്റെ ആകെ പ്രതിനിധികൾ 235 പേരാണ്. NDA സഖ്യത്തിലാവട്ടെ 293 അംഗങ്ങളുണ്ട്. ഇരുഭാഗങ്ങളിലും ചേരാതെ നിൽക്കുന്നവർ 15 മുതൽ 18 വരെ പ്രതിനിധികളാണ്. അവരെല്ലാം ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ നിന്നാൽ പോലും ഇന്ത്യ സഖ്യത്തിന് പകുതി വോട്ട് പോലും കണ്ടെത്താൻ കഴിയില്ല. പരിശോധിച്ചു വരുമ്പോൾ ഓം ബിർളയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം സഭയിൽ അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം വലിയൊരു രാഷ്ട്രീയ അടയാളപ്പെടുത്തലാണ്. പ്രമേയം ഫലം കാണാനുള്ള സാധ്യത വളരെ കുറവാണെന്നതിൽ സംശയമില്ല. എങ്കിലും പ്രതിപക്ഷം ഈ നീക്കം നടത്തുന്നത് ഭരണഘടനയുടെ സാധ്യതയെ ഉപയോഗപ്പെടുത്തലാണ്. സ്പീക്കർ സർക്കാരിന്റെ കളിപ്പാവയല്ലെന്ന ഭരണഘടനാ തത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്.